ഹലോ എവ്രി വൺ, നമുക്കിന്ന് 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ 13th ചാപ്റ്ററായ സ്വാമി കി ദാദി മനസ്സിലാക്കാം. ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ. അപ്പോൾ സ്വാമിയുടെ അച്ഛമ്മ. ഈ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് മനസ്സിലാക്കാം. വർഗാകാർ എന്ന് പറഞ്ഞാൽ ചൗക്കോർ, സ്ക്വയർ ആകൃതിയിലുള്ള, സമചതുരാകൃതിയിലുള്ള. രേഷ പതല ധാഗ, നേർത്ത നൂല്. ഗുങ്കാർ എന്ന് പറഞ്ഞാൽ ഡരാവന, ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീകരമായ. പരീക്ഷക് കോപ്പി ജാഞ്ചനെ വാല, അതായത് എക്സാമിനർ. ചകിത് എന്ന് പറഞ്ഞാൽ ഹെരാൻ, ആശ്ചര്യപ്പെടുക. ഊൽ ജലൂൽ ബേക്കാർ, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള. ചേതാവനി ചൗക്കന്ന കർണ, സതർക്ക് കർണ, അതായത് വാർണിംഗ്. ബേട്ടക് എന്ന് പറഞ്ഞാൽ ബേട്ട്നേക്ക കമര, ലിവിംഗ് റൂം. ക്വാഡ്രി എന്ന് പറഞ്ഞാൽ ചോട്ടാ കമര, ചെറിയ മുറി. ദരി മോട്ടി സൂത്തി ധാഗോൻ സെ ബനി ഏക് പ്രകാർ കി മോട്ടി ബിച്ചാവൻ, അതായത് കോട്ടൻ്റെ പരവതാനി. സുപ്പാരി എന്ന് പറഞ്ഞാൽ ബീറ്റൽ നട്ട്, അതായത് അടയ്ക്ക. ബാഗ് ഖടാ ഹോന എന്ന് പറഞ്ഞാൽ അചാനക് ഭാഗ് ജാന, ഏക് ദം ചൽ ദേന, അതായത് പെട്ടെന്ന് ഓടിപ്പോകുക, ഓടി ഒളിക്കുക. ഷാൻദാർ എന്ന് പറഞ്ഞാൽ ബഹുത് അച്ച, വളരെ നല്ല അല്ലെങ്കിൽ ലാജവാബ്. ദഫ്തർ ഓഫീസ്. അധീർ എന്ന് പറഞ്ഞാൽ ബേചൈൻ, അതായത് ക്ഷമയില്ലാതാവുക. മുക്കാബ്ല തുൽന, അതായത് താരതമ്യം ചെയ്യുക. ബേവ്കൂഫ് മൂർക്ക്, വിഡ്ഢി. स्वामी की दादी. बैठक और भोजन कक्ष के बीच कम हवादार अंधेरे गलियारे की बंद सी कोठरी में स्वामीनाथन की दादी अपने सारे सामान के साथ रहती थी. बैठक എന്ന് പറഞ്ഞാൽ ലിവിങ് റൂം, നമ്മൾ അതിഥികളൊക്കെ വന്നാലിരിക്കുന്ന റൂം. ആ റൂമിൻ്റെയും ഭോജന കക്ഷ എന്ന് പറഞ്ഞാൽ ഡൈനിങ് റൂം, ഫുഡ് കഴിക്കുന്ന റൂം, അതിൻ്റെയും ഇടയിലുള്ള ബീച്ച്, ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ. കം ഹവാദാർ, അതായത് കം എന്ന് പറഞ്ഞാൽ കുറവ്, അപ്പം അധികം വായു സഞ്ചാരം ഇല്ലാത്ത. അന്തേരെ ഗലിയാരേക്ക്, ഇരുണ്ട ഇടനാഴിയിലുള്ള. ഗലിയാര എന്ന് പറഞ്ഞാൽ ഇടനാഴി. അപ്പോൾ അന്തേരെ ഇരുണ്ട ഇടനാഴിയിലുള്ള. ബന്ദസി കോട്ടറി, ബന്ദസി എന്ന് പറഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന ചെറിയ മുറി. കോട്ടറി എന്ന് പറഞ്ഞാൽ ചെറിയ മുറി. ചെറിയ മുറിയിലാണ് സ്വാമിനാഥൻ്റെ അച്ചമ്മ തൻ്റെ എല്ലാ സാധനങ്ങളുമായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ കോട്ടറി എന്ന് പറഞ്ഞാൽ ചെറിയ റൂം. ഗലിയാര എന്ന് പറഞ്ഞാൽ ആ ഇടനാഴി അല്ലെങ്കിൽ വരാന്ത. അപ്പോൾ ലിവിങ് റൂമിൻ്റെയും ഡൈനിങ് റൂമിൻ്റെയും ഇടയിലുള്ള അധികം വായുസഞ്ചാരമൊന്നുമില്ലാത്ത ഇരുണ്ട ആ വരാന്തയിലുള്ള അടഞ്ഞു കിടക്കുന്ന ചെറിയ റൂമിലാണ് സ്വാമിനാഥൻ്റെ മുത്തശ്ശി തൻ്റെ എല്ലാ സാധനങ്ങളുമായിട്ട് താമസിച്ചിരുന്നത്. ഉൻക സാമാൻ ഥാ 5 ദരിയോ, അവരുടെ സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ അടുത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? 5 ദരിയോ. ദരി എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ കട്ടിയുള്ള പരവതാനി അല്ലെങ്കിൽ കാർപ്പറ്റ് എന്ന് പറയാം. അത് 3 ചാദരവും, അപ്പോൾ 3 ബെഡ്ഷീറ്റ്സും, പിന്നെ 5 തക്കിയോം വാല ഭാരി ഭർക്കം ബിസ്തർ, 5 തലയിണകളുള്ള, തക്കിയ എന്ന് പറഞ്ഞാൽ പില്ലോ ഉള്ള, ഭാരി ഭർക്കം ബിസ്തർ, നല്ല ഹെവി ആയിട്ടുള്ള ബെഡ്. അതും പട്സൻ കെ രേഷേക്ക ബന ഏക്ക് വർഗാകാർ ബക്സ. പട്സൻ എന്ന് പറഞ്ഞാൽ ഒരു തരം പ്ലാന്റ് ആണ്, ജൂട്ട് എന്ന് പറയും. അതിൻ്റെ നൂലുകൊണ്ട് കയറും പിന്നെ ചാക്കുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ അതുകൊണ്ടുണ്ടാക്കിയ, അതിൻ്റെ നൂല് കൊണ്ടുണ്ടാക്കിയ വർഗാകാർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആകൃതിയിലുള്ള ഒരു ബോക്സും, ഒരു ലക്കടിക്ക ഏക് ചോട്ടാ ബക്സ, പിന്നീട് മരത്തിൻ്റെ തടിയുടെ ഒരു ചെറിയ ബോക്സും ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്. ജിസ്മേ താമ്പേക്കെ സിക്കെ, അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത്? ബോക്സിൽ താമ്പേക്കെ സിക്കെ. താമ്പ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്. കോപ്പർ, അതിൻ്റെ നാണയങ്ങൾ. സിക്ക എന്ന് പറഞ്ഞാൽ നാണയങ്ങളും. ഇലായച്ചി എന്ന് പറഞ്ഞാൽ ഏലക്കായ. ലോങ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ. ഓർ സുപ്പാരി പടേ രഹത്തെ, സുപ്പാരി എന്ന് പറഞ്ഞാൽ ബീറ്റിൽ നട്ട്, അതായത് അടയ്ക്കയും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഈ സ്ക്വയർ ആകൃതിയിലുള്ള ബോക്സും ഈ പട്സൺ, ഈ പ്ലാന്റ് കൊണ്ടുള്ള, ജൂട്ടിൻ്റെ പ്ലാന്റിൻ്റെ നൂല് കൊണ്ടുണ്ടാക്കിയ സ്ക്വയർ ആകൃതിയിലുള്ള ബോക്സും, പിന്നെ ഓർ ലക്കടിക്ക ഏക് ചോട്ടാ ബോക്സ, പിന്നെ തടിയുടെ ഒരു ചെറിയ ബോക്സും ഉണ്ടായിരുന്നു. അതിൽ താമ്പ, ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ, താമ്പ കൊണ്ടുണ്ടാക്കിയ താമ്പയുടെ നാണയങ്ങളും പിന്നെ ഏലക്കായും ഗ്രാമ്പൂവും
അടയ്ക്കയും ഒക്കെ ഉണ്ടായിരുന്നു. रात के भोजन के बाद स्वामीनाथन दादी के पास उनकी गोद में सिर रख के लौंग इलायची की गंध भरे वातावरण में अपने को बहुत प्रसन्न और सुरक्षित महसूस कर रहा था. രാത് കെ ഭോജൻ കെ ബാദ്, അതായത് ഡിന്നറിന് ശേഷം, രാത്രി ഭക്ഷണത്തിന് ശേഷം സ്വാമിനാഥൻ തൻ്റെ അച്ഛമ്മയുടെ അടുത്ത് പോയിട്ട് അവരുടെ ഗോതുമയെന്ന് പറഞ്ഞാൽ മടിയിൽ സിർ രക്കെ തല വെച്ചുകൊണ്ട് ലോങ് ഇലായച്ചിക്ക് ഗന്ധ് ഭരെ വാതാവരണമേ, ഈ ഗ്രാമ്പൂവിൻ്റെയും ഏലക്കായുടെയും ഒക്കെ ആ സുഗന്ധം നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ, വാതാവരണം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷത്തിൽ അപ്നേക്കോ ബഹുത് പ്രസന്ന ഓർ സുരക്ഷിത് മെഹസൂസ് കർ രഹാത്ത, അപ്പോൾ സ്വയം തന്നെ വളരെ സന്തോഷവാനും പിന്നെ നല്ല സുരക്ഷിതനും ആണെന്ന് അവന് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ അവനെന്താ ചെയ്ത്, ഭക്ഷണത്തിന് ശേഷം ദാദിയുടെ അടുത്ത് പോയിട്ട് ദാദിയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ റൂമിൽ ഈ ഏലക്കായുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ സുഗന്ധം പരന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല സന്തോഷവാനായിട്ട്, ദാദിയുടെ മടിയിൽ സന്തോഷവാനായിട്ട് സുരക്ഷിതനായിട്ട് അങ്ങനെ കിടക്കുകയാണ്. മെഹസൂസ് കർന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. ബഡി പ്രസന്നദാസെ ഭർക്കർ വ ബോല, വളരെ സന്തോഷത്തോടു കൂടി സ്വാമിനാഥൻ പറഞ്ഞു, ഓ ദാദി തും നഹി ജാൻതി രാജം കിത്നി ഊഞ്ചി ചീസ് ഹെ. അച്ഛമ്മേ, നിങ്ങൾക്ക് അറിയില്ല, രാജം ഒരു വലിയ സംഭവം തന്നെയാണ്, എത്ര വലിയൊരു സാധനം തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, രാജമിന് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നൊക്കെയാണ് അവന് ഉദ്ദേശിക്കുന്നത്. അതായത് അവന് ഇൻ്റലിജൻ്റാണ്, അവന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നൊക്കെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. उसने दादी को राजम और मणि की पहले दुश्मनी और फिर दोस्ती की कहानी कह सुनाई. അപ്പോൾ സ്വാമിനാഥൻ ദാദിക്ക് എന്താ പറഞ്ഞു കേൾപ്പിച്ചത്, രാജം ഓർ മണിക്ക് പെഹലെ ദുഷ്മനി. അപ്പോൾ രാജവും മണിയും ഈ സ്വാമിനാഥൻ്റെ ഫ്രണ്ട്സാണ്. രാജവും മണിയും ആദ്യം ശത്രുക്കളായിരുന്നു. ദുഷ്മനി അതായത് അവർ ശത്രുക്കളായിരുന്നു, ആദ്യം അവർ ശത്രുക്കളായിരുന്നു. ഓർ ഫിർ ദോസ്തി, പിന്നീട് ഫ്രണ്ട്സായി. അതിൻ്റെ കഹാനി സുനായി, അതിൻ്റെ ആ കഥ അവൻ പറഞ്ഞു കേൾപ്പിച്ചു, ദാദിക്ക് പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് തുടങ്ങി. തുമേ പത്താ ഹെ ഉസ്കെ പാസ് സച്മുച്ച് കി പുലീസ് കി വർദി ഹെ. അപ്പോൾ അച്ഛമ്മേ, നിങ്ങൾക്കറിയാമോ, രാജമിൻ്റെ അടുത്ത് സത്യത്തിൽ പോലീസിൻ്റെ യൂണിഫോം ഉണ്ട്. വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം. സ്വാമിനാഥൻ പറഞ്ഞു. സച്ച് ഉസേ പുലീസ് കി വർദി ക്യോ ചാഹിയേ, ദാദിനെ പൂജ. അപ്പോൾ ദാദി എന്ത് ചോദിച്ചു, സത്യമോ, അവന് പോലീസിൻ്റെ യൂണിഫോം എന്തിനു വേണ്ടിയാണ് അവൻ്റെ കയ്യിലുള്ളത്, അവന് പോലീസിൻ്റെ യൂണിഫോമിൻ്റെ ആവശ്യം എന്താണ്. ഉസ്കെ പിതാ പുലീസ് അധീക്ഷക് ഹെ, വോ യഹാ കി പുലീസ് കി സബ്സെ ബഡെ അഫ്സർ ഹെ. അപ്പോൾ സ്വാമിനാഥൻ ദാദിയോട് എന്താണ് പറയുന്നത്, രാജമിൻ്റെ അച്ഛൻ പോലീസിലെ അധീക്ഷക് എന്ന് പറഞ്ഞാൽ സബ്സെ ബഡെ പോലീസ് ഓഫീസർ, അതായത് മേലധികാരിയാണ്. ഇവോ യഹാക്കി പോലീസ് കി സബ്സെ ബഡെ ഓഫീസർ ഹെ, ഇവിടുത്തെ പോലീസിലെ ഏറ്റവും വലിയ ഓഫീസറാണ് രാജമിൻ്റെ അച്ഛൻ. ദാദി കാഫി പ്രഭാവിത് ഹുയി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദാദി അതെയോ എന്നൊക്കെ ചോദിച്ച് കാഫി പ്രഭാവിത് ഹുയി. പ്രഭാവിത് എന്ന് പറഞ്ഞാൽ ഇംപ്രസ്സായി, അപ്പോൾ അതായത് സ്വാധീനം ചെലുത്തുക. അപ്പോൾ ദാദിക്ക് അതെയോ എന്നൊക്കെ ദാദി സ്വാമിനാഥനോട് ചോദിച്ചു. ഉൻക സച്ച് മേ കാഫി ബഡാ ദഫ്തർ ഹോഗ. അപ്പോൾ ദാദി പറയുകയാണ്, അദ്ദേഹത്തിന് അപ്പോൾ സത്യത്തിൽ വലിയ ഒരു ഓഫീസും ഉണ്ടാകും. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസ്. ഉനോനെ കഹ, ദാദി പറഞ്ഞു. फिर उन्होंने उन दिनों की कहानी सुनानी शुरू की जब स्वामीनाथन के दादा रोबदार सब मजिस्ट्रेट थे. അപ്പോഴേക്കും സ്വാമിനാഥൻ്റെ ദാദി ഉൻ ദിനോ കി കഹാനി സുനാനി ഷുറു കി, ആ കാലത്തെ, പണ്ട് കാലത്തെ ആ കഥകൾ പറയാനായിട്ട് തുടങ്ങി. ജബ് സ്വാമിനാഥൻ കെ ദാദ റോബ്ദാർ സബ് മജിസ്ട്രേറ്റ് തെ. സ്വാമിനാഥൻ്റെ അച്ചച്ചൻ, ദാദ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ചച്ചൻ, അദ്ദേഹം റോബ്ദാർ എന്ന് പറഞ്ഞാൽ നല്ല എടുപ്പുള്ള, അതായത് നല്ല എല്ലാവരും ഇംപ്രസ് ആവുന്ന നല്ലൊരു സബ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്, അതായത് ന്യായാധീശ് എന്ന് പറയും. അപ്പോൾ നല്ല എടുപ്പുള്ളൊരു ജഡ്ജിയായിരുന്നു. ആ സമയത്തുള്ള ആ കഥ പറയാനായിട്ട് തുടങ്ങി. ജിൻകെ ദഫ്തർ മേ പുലീസ് വാലെ കാംതെ ഹുവേ ഖഡേ രഹത്തെ തെ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, ഈ സ്വാമിനാഥൻ്റെ മുത്തശ്ശൻ്റെ ഓഫീസിൽ
പോലീസ് വാലെ, പോലീസുകളൊക്കെ കാമ്പത്തെ ഹുവെ, വിറച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത്. ഉൻസെ ഡർക്കർ ഖുങ്കാർ സെ ഖുങ്കാർ ടാകു തക് ഭാഗ് ഗഡേ ഹോത്തെ തെ. അദ്ദേഹത്തെ പേടിച്ചിട്ട്, ഡർക്കർ അദ്ദേഹത്തെ പേടിച്ചിട്ട്, ഖുങ്കാർ സെ ഖുങ്കാർ, ഖുങ്കാർ എന്ന് പറഞ്ഞാൽ ഭീകരരായ, അതായത് ഭയപ്പെടുത്തുന്ന, ടാക്കു തക് കൊള്ളക്കാർ പോലും ഭാഗ് ഖഡേ ഹോത്തെ തെ. ഭാഗ് ഖഡാ ഹോന എന്ന് പറഞ്ഞാൽ അചാനക് ഭാഗ് ജാന, അത് പെട്ടെന്ന് ഓടിപ്പോകുമായിരുന്നു, അവിടുന്ന് ഓടി ഒളിക്കുമായിരുന്നു. സ്വാമിനാഥൻ അധീർ ഹോകർ ഉസ്കി കഹാനി ഖത്തം ഹോനെ കാ ഇന്തസാർ കർനെ ലഗ. അപ്പോൾ സ്വാമിനാഥൻ ഇത് കേട്ടപ്പോൾ ഒക്കെ ബോറടിക്കാൻ തുടങ്ങി. സ്വാമിനാഥൻ അധീർ ഹോക്കർ, അധീർ ഹോക്കർ എന്ന് പറഞ്ഞാൽ അവന് ക്ഷമയില്ലാതായി, അക്ഷമനായി കൊണ്ട് ഉസ്കി കഹാനി ഖത്തം ഹോനേക്ക ഇന്തസാർ കർണേല കഥ, ദാദിയുടെ അച്ഛമ്മ പറയുന്ന ഈ കഥ എപ്പോഴാണ് തീരുക എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കാനായിട്ട് തുടങ്ങി. അവന് ബോറടിക്കാൻ തുടങ്ങി അച്ഛമ്മയുടെ കഥ കേട്ടിട്ട്. ലേക്കിൻ ദാദി ബോൽത്തി ഹി ഗയി, പക്ഷേ ദാദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. മുത്തശ്ശൻ്റെ പണ്ട് കാലത്തെ കഥകളൊക്കെ ദാദി പറഞ്ഞുകൊണ്ടേയിരുന്നു. इधर उधर भटकती हुई और अलग अलग समय पर घटी घटनाओं को गडमड करती हुई. इधर उधर भटकती हुई എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവിടെ നിന്നും കുറേ കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ നിന്നും കുറേ കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങനെ പണ്ട് നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. അലഗ് അലഗ് സമയപ്പറ, പല പല സമയത്ത് ഘട്ടി സംഭവിച്ച സംഭവങ്ങൾ, ഘടന എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ. ഗഡ്മഡ് കർത്തി ഹുയി, ഗഡ്മഡ് കർത്തി ഹുയി എന്ന് പറഞ്ഞാൽ ബിനാ കിസി ക്രംസ്, അതായത് ഒരു ക്രമവും ഇല്ലാതെ പല സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യോജിപ്പിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ദാദി പറയാനായിട്ട് തുടങ്ങി. ബസ് കാഫി ഹെ ദാദി ഉസ്നെ റൂക്കെ സ്വർമേ കഹ. അപ്പോൾ സ്വാമിനാഥൻ അങ്ങ് ബോറടിക്കാൻ തുടങ്ങി. ബസ് കാഫി ഹെ ദാദി, വേണ്ടുവോളമായി അച്ഛമ്മ, ഇനി മതി. ഉസ്നെ റൂക്കെ സ്വർമേ കഹ, അവൻ കട്ടിയായ സ്വരത്തിൽ പറഞ്ഞു, ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. മേ തുമേ രാജം കെ ബാരെ മേ കുച്ച് ബത്താനാ ചാത്താ ഹൂം, ഞാൻ നിങ്ങളോട് രാജമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ജാൻതി ഹോ ഉസേ ഗണിത് മേ കിത്നെ നമ്പർ മിൽത്തെ ഹെ, നിങ്ങൾക്കറിയാമോ അവന് മാത്സിൽ എത്ര മാർക്കാണ് ലഭിക്കുന്നതെന്ന്? സാരെ നമ്പർ മിൽത്തെ ഹോങ്കെ ഹെന, ദാദിനെ പൂച്ച. അപ്പോൾ ദാദി ചോദിച്ചു, സാരെ നമ്പർ മിൽത്തെ ഹോങ്കെ ഹെന, മൊത്തം മുഴുവൻ മാർക്കും കിട്ടുമായിരിക്കും അല്ലേ? അരെ നഹി ഉസേ സോമേ സേ 90 മിൽത്തെ തെ, അല്ല അല്ല, അവന് 100-ൽ 90, അതായത് 100-ൽ 90 മാർക്കാണ് ലഭിക്കുന്നത്. ചലോ അച്ഛാ ഹെ, ലേക്കിൻ തുമേ ഭി മെഹനത് കർക്കെ ഉസ്കി തര നമ്പർ ലേനെ ചാഹിയെ. അപ്പോൾ ദാദി പറഞ്ഞു, അത് നല്ലത് തന്നെയാണ്, പക്ഷേ നീയും അവനെ പോലെ തന്നെ അധ്വാനിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് ഉസ്കി തര നമ്പർ ലേനെ ചാഹിയെ, അവനെ പോലെ അത്ര മാർക്ക് വാങ്ങിക്കണം. തുമേ പത്താ ഹെ തുമാരെ ദാദാ കഭി കഭി ऐसे उत्तर लिखते थे कि പരീക്ഷകോं को भी चकित कर देते थे. നിനക്കറിയാമോ, നിൻ്റെ അച്ചച്ചൻ, ദാദാ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അല്ലെങ്കിൽ അച്ചച്ചൻ, നിൻ്റെ അച്ചച്ചൻ കഭി കഭി ऐसे उत्तर लिखते थे, ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ആൻസർ ആയിരുന്നു എഴുതിയിരുന്നത്. कि പരീക്ഷകോं को भी चकित कर देते थे, പരീക്ഷകൻ എന്ന് പറഞ്ഞാൽ എക്സാമിനർ, എക്സാമിനേഴ്സ് പോലും ആശ്ചര്യപ്പെട്ടു പോകുമായിരുന്നു, അങ്ങനെയായിരുന്നു ആൻസർ എഴുതിയിരുന്നത്. അപ്പോൾ ദാദി തൻ്റെ സ്വാമിനാഥൻ്റെ മുത്തശ്ശനെ പുകഴ്ത്തി പറയുകയാണ്. किसी सवाल का जवाब देने में वे दूसरों के मुकाबले 10वां हिस्सा वक्त लेते थे. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ആൻസർ നൽകുന്നതിൽ അദ്ദേഹം ദൂസറോക്കെ മുക്കാബല, മറ്റുള്ളവരെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 10വാं ഹിസ്സ വക്ത് ലഗ്തേ थे, അതായത് ഒരു മറ്റുള്ളവർ ചെയ്യുന്നതിൽ 10-1 ഭാഗം മതി, 10-1 സെക്കൻഡ് മതി അദ്ദേഹത്തിന് ആൻസർ എഴുതാൻ. और फिर उनके जवाब इतने शानदार होते थे कि कभी कभी उनके अध्यापक उन्हें 200 नंबर तक दे देते थे. അതുകൂടാതെ ഫിർ ഉൻകെ ജവാബ്, അദ്ദേഹത്തിൻ്റെ ആൻസർ ഇത്തനെ ഷാൻദാർ ഹോത്തെ തെ, ഷാൻദാർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്, ബഹുത് അച്ഛ, വളരെ നല്ല രീതിയിലുള്ള ആൻസർ ആയിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. കി കഭി കഭി ഉൻകെ അധ്യാപകർ, ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് ഉന്നെ 200 നമ്പർ തക് ദേത്തെ തെ, അപ്പോൾ 200 മാർക്ക് വരെ, 200 മാർക്സ് വരെ നൽകിയിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് ഉയർത്തി പറയുകയാണ് ദാദി. ജബ് ഉനോനെ MA കിയാ തോ ഉനെ ഇത്തനാ ബഡാ മെഡൽ മിലാ താ. അദ്ദേഹം MA ചെയ്തപ്പോൾ, MA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ആർട്സ്, അപ്പോൾ MA ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് അത്രയും വലിയൊരു മെഡൽ ലഭിച്ചിരുന്നു, പുരസ്കാരം ലഭിച്ചിരുന്നു.
मैं कई सालों तक उसे गले में पहनती रही. ഞാൻ ആ മെഡൽ ഒരുപാട് വർഷങ്ങൾ കഴുത്തിൽ അണിഞ്ഞിരുന്നു. പത്താ നഹി मैंने कब उसे उतारा. എനിക്ക് ഓർമ്മയില്ല ഞാൻ അതെപ്പോഴാണ് അഴിച്ചു വെച്ചതെന്ന്. हाँ जब तुम्हारी बुआ पैदा हुई. नहीं तुम्हारी बुआ नहीं तुम्हारे पिता. याद आया तब बच्चा 10 दिन का था. अरे नहीं मैंने पहले ठीक कहा था तुम्हारी बुआ ही पैदा हुई थी. അപ്പോൾ ആദ്യം ആകെ കൺഫ്യൂഷനിലാവുകയാണ്. ഞാൻ എപ്പോഴായിരുന്നു ആ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ മെഡൽ അഴിച്ചു വെച്ചതെന്ന്. പത്താ നഹി मैंने कब उसे उतारा. ഞാൻ എപ്പോഴാണ് അത് അഴിച്ചു വെച്ചതെന്ന് ഓർമ്മയില്ല. ഹാ ജബ് തുമാരി അപ്പോൾ നിൻ്റെ ബുവ പേദാ ഹുയി തി. ബുവ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരി, അതായത് അമ്മായി. അപ്പം അച്ഛൻ്റെ സഹോദരി അവർ ജനിച്ച സമയത്തായിരുന്നു. നെഹി തുമാരി ബുവ നെഹി തുമാരെ പിത. അല്ല നിൻ്റെ അമ്മായിയല്ല നിൻ്റെ അച്ഛൻ ജനിച്ചപ്പോഴായിരുന്നു. യാദായ തബ് ബച്ച 10 दिन का था. അപ്പോൾ നിൻ്റെ അച്ഛന് 10 ദിവസം പ്രായമായിരുന്നു. അരെ നെഹി അപ്പോൾ വീണ്ടും പറയുകയാണ്, അല്ല മേനെ പെഹലെ ടീ കഹാത. ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു ശരി. തുമാരി ബുവാഹി പേദാ ഹുയി തി. നിൻ്റെ ബുവ തന്നെ, നിൻ്റെ അമ്മായി തന്നെ ജനിച്ച സമയത്തായിരുന്നു. പത്താ ഹേ വോ മെഡൽ അബ് കഹാ ഹേ. നിനക്കറിയാമോ ആ മെഡൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? मैंने वह तुम्हारी बुआ को दिया और उस बेवकूफ़ ने उसे गलवाकर 4 चूड़ियाँ बनवा ली. അപ്പോൾ ഞാനത് നിൻ്റെ ബുവയ്ക്ക്, നിൻ്റെ അമ്മായിക്ക് കൊടുത്തു. ഉസ് ബേവക്കൂഫിനെ, ആ വിഡ്ഢി, അതായത് അല്ലെങ്കിൽ ആ മന്ദബുദ്ധി, അത് ഗൽവാക്കർ, അത് അങ്ങ് ഉരുക്കിയിട്ട് 4 ചൂടിയ ബൻവാലി, 4 വളകൾ ഉണ്ടാക്കിപ്പിച്ചു. ഓർ വോ ബി ഇത്തിനി മാമൂലി സി ചൂടിയാക്കി. അതെ, അതും എങ്ങനെയുള്ള വളകളാണ് ഉണ്ടാക്കിപ്പിച്ചത്? മാമൂലി സി, സാധാരണ വളകൾ, അതാണ് സാധാരണ ബാംഗിൾസാണ് ഉണ്ടാക്കിച്ചത്. मैं हमेशा कहती रही हूँ कि हमारे परिवार में उस जैसा महामूर्ख कोई नहीं. और ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ കുടുംബത്തിൽ അവളെപ്പോലെയൊരു മഹാമൂർഖ്, ഒരു വലിയ വിഡ്ഢി, കോയി നഹി, വേറെ ആരുമില്ല എന്ന് ദാദി ഇങ്ങനെ പറയുകയാണ്. अब बस भी करो दादी, तुम बेकार की पुरानी कहानियाँ सुनाती रहती हो. क्या तुम राजम के बारे में नहीं सुनना चाहती? സ്വാമിനാഥൻ തൻ്റെ അച്ഛമ്മയോട് പറയുകയാണ്, ഇനിയൊന്ന് മതിയാകൂ ദാദി. തും ബേക്കാർക്കി പുരാനി കഹാനിയ സുനാത്തി രഹത്തി ഹോ. നിങ്ങൾ ആവശ്യമില്ലാതെ വെറുതെ എങ്ങനെ പഴങ്കഥകൾ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്യാ തും രാജം കെ ബാരെ മേ സുന്നാൻ നഹി ചാത്തി. നിങ്ങൾ രാജമിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഹാ ബോലോ. അപ്പോൾ ദാദി പറഞ്ഞു, പറയൂ. ദാദി ജബ് രാജം ചോട്ടാ സാ ലഡ്കാ താ തോ ഉസ്നെ ഷേർ മാറാ താ. അപ്പോൾ ദാദി, അച്ഛമ്മേ, രാജം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു സിംഹത്തെ കൊന്നിരുന്നു. സച്ച് ബഡാ ബഹാദൂർ ലഡ്കാ ഹേ. അപ്പോൾ ദാദി, സത്യമോ? ദാദി പറയുകയാണ്, സത്യമോ? നല്ല ധൈര്യശാലിയായ കുട്ടിയാണല്ലോ, ബ്രേവായിട്ടുള്ള കുട്ടിയാണല്ലോ. തും യഹ് ബാത് മുझे खुश करने के लिए कह रही हो, तुम्हें यकीन नहीं हुआ होगा. അപ്പോൾ സ്വാമിനാഥൻ എന്താ പറയുന്നത്? നിങ്ങൾ ഇതെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയല്ലേ, ഇങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയല്ലേ, നിങ്ങൾക്ക് വിശ്വാസമൊന്നും ആയിട്ടുണ്ടാകില്ല. യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. സ്വാമിനാഥനെ ബഡേ ഉത്സാഹസെ കഹാനി ശുരുക്കി. അപ്പോൾ സ്വാമിനാഥൻ വളരെ ഉത്സാഹത്തോടു കൂടി കഥ പറയാനായിട്ട് ആരംഭിച്ചു. രാജം കെ പിത ഏക് ജംഗൽ മേ ഡേര ഡാലേ ഹുയേ തെ. രാജമിൻ്റെ അച്ഛൻ ഒരു കാട്ടിൽ ഡേര ഡാലേ ഹുയേ തെ. ഡേര ഡാലന എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് തങ്ങുക, ടെൻ്റൊക്കെ കെട്ടി താമസിക്കില്ലേ, കുറച്ച് സമയത്തേക്ക് മാത്രം തങ്ങുക. അപ്പോൾ രാജമിൻ്റെ അച്ഛൻ അങ്ങനെ താമസിക്കുകയായിരുന്നു. രാജം ഉൻകെ സാധത. രാജമും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അചാനക് ദോ ഷേർ ഉൻ പർ ജപ്റ്റെ. പെട്ടെന്ന് 2 സിംഹം അവരുടെ അടുത്തേക്ക് കുതിച്ച് ചാടി. ഓർ ഏക്നെ പീച്ചെ സെ ഹംല കർക്കെ പിതാക്കോ ഗിരാ ദിയ. ഒരു സിംഹം എന്ത് ചെയ്തു? പുറകിൽ നിന്ന് ആക്രമിച്ചിട്ട് രാജമിൻ്റെ അച്ഛനെ തള്ളിയിട്ടു. ദൂസരനെ രാജം കാ പീച്ചാ കിയ. മറ്റേ ലയൺ രാജമിനെ പിന്തുടർന്നു. രാജം ഏക് ജാടിക്ക് പീച്ചെ ചുപ് ഗയ. രാജം എന്നിട്ട് ഒരു കുറ്റിക്കാടിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു. ജാടി എന്ന് പറഞ്ഞാൽ ബുഷ് അല്ലെങ്കിൽ കുറ്റിക്കാട്, അതിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു. അവർ വഹീസെ ഗോലി ചലാക്കർ ഷേർക്കോ മാർ ഡാല. എന്നിട്ട് അവിടെ നിന്ന് തന്നെ വെടിവെച്ചിട്ട് ഈ സിംഹത്തെ കൊന്നു. ദാദി ക്യാ തും സോ ഗയി. സ്വാമിനാഥൻ ദാദിയോട് ചോദിക്കുകയാണ്, ദാദി നിങ്ങൾ ഉറങ്ങിപ്പോയോ? ഉസ്നെ കഹാനി ഖത്തം ഹോനെ പർ പൂച്ച. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാമിനാഥൻ ദാദിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങിപ്പോയോ?
നെഹി ബേട്ട സുൻ രഹി ഹോ, ഇല്ല മോനെ ഞാൻ കേൾക്കുകയാണ്, കഥ കേൾക്കുകയാണ്. അച്ഛാ ബത്താവോ കിത്തനെ ഷേർ ആയത്തെ, എന്നാൽ നിങ്ങൾ പറയൂ എത്ര ലയൺ വന്നിരുന്നു. അപ്പോൾ ഇവന് സംശയമായി, ദാദി ഉറങ്ങി, ഇതാണ് ഞാൻ പറഞ്ഞ കഥയൊന്നും ദാദി കേട്ടിട്ടില്ല. അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ദാദിയോട് ചോദിക്കുകയാണ്, എത്ര ഷെയർ ആയിരുന്നു വന്നിരുന്നത്. 2 ഷെയർ രാജം പർ ജപ്റ്റേത്തെ, ദാദീനെ ജവാബ് ദിയ. അപ്പം ദാദി എന്താണ് ആൻസർ പറഞ്ഞത്, 2 ഷെയർ രാജാവിൻ്റെ അടുത്തേക്ക് കുതിച്ച് ചാടി. സ്വാമിനാഥൻ ദാദിക്ക് ഗലത് ജവാബ് സെ ചിട് ഗയ. ദാദി പറഞ്ഞത് തെറ്റായിരുന്നു. അപ്പോൾ സ്വാമിനാഥന് ദാദിയോട് പിഴങ്ങി. मैं तुम्हें इतनी ज़रूरी बातें बता रहा हूँ और तुम नींद में न जाने क्या क्या ऊल जलूल कल्पना किए जा रही हो. ഞാൻ നിങ്ങളോട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ ഉറക്കത്തിൽ അറിയാതെ എന്തൊക്കെയോ ഊൾ ജലൂൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് യൂസ്ലെസ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. अब मैं तुम्हें कुछ नहीं बताऊँगा, ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരില്ല. मैं जानता हूँ तुम क्यों ऐसा कर रही हो, എനിക്കറിയാം നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. തും രാജംകോ പസന്ത് നഹി കർത്തി, നിങ്ങൾക്ക് രാജമിനെ ഇഷ്ടമില്ല അതല്ലേ. അപ്പോൾ സ്വാമിനാഥൻ്റെ ദാദി പറഞ്ഞു, നഹി നഹി വോ തും ബഹുത് പ്യാരാ ലഡ്കാ ഹൈ, ഇല്ല ഇല്ല അവൻ നല്ല കുട്ടിയാണ്. ദാദിനെ ബഡേ വിശ്വാസേ കഹ, ദാദി നല്ല വിശ്വാസത്തോടു കൂടി പറഞ്ഞു, നല്ല കുട്ടിയാണ്, രാജം നല്ല കുട്ടിയാണ്. ഉസ്നെ രാജംകോ ദേഖാ തക് നഹി ത, ദാദി രാജമിനെ കണ്ടിട്ട് പോലുമില്ലായിരുന്നു, എന്നാലും പറഞ്ഞു അവൻ നല്ല കുട്ടിയാണ്. സ്വാമിനാഥൻ ഖുഷ് ഹോ ഗയ, അത് കേട്ടപ്പോൾ സ്വാമിനാഥന് സന്തോഷമായി. ദൂസരെ ഹി ക്ഷൺ ഉസ്കെ മൻ മേ ഏക് നയാ സന്ദേഹ പേദാ ഹുവ, അടുത്ത നിമിഷം തന്നെ അവൻ്റെ മനസ്സിലൊരു പുതിയ സംശയം വളർന്നു വന്നു. ദാദി ഷായദ് തുമേ ഷേർ കി കഹാനി പർ വിശ്വാസ് നെയ് ഹോ രഹാ ഹെ, ദാദി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഷേറിൻ്റെ കഥ വിശ്വാസമാകുന്നുണ്ടാവില്ല, ഷേറിനെ അവൻ കൊന്നു എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകില്ല. മേ ഏക് ഏക് ശബ്ദ പർ വിശ്വാസ് കർത്തി ഹോ, അപ്പോൾ ദാദി പറഞ്ഞു ഞാൻ ഓരോരോ വാക്കുകളും വിശ്വസിക്കുന്നു. ദാദീനെ സ്വർമേ മിഠാസ് ബർഗർ കഹ, അപ്പോൾ ദാദി സ്വർമേ മിഠാസ് ബർഗർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി നല്ല സോഫ്റ്റായിട്ട് പറഞ്ഞു, ഞാൻ ഓരോരോ വാക്കുകളും വിശ്വസിക്കുന്നു. സ്വാമിനാഥൻകോ ഇസേ ഖുഷി ഹുയി, ഇത് കേട്ടപ്പോൾ സ്വാമിനാഥന് സന്തോഷമായി. ലേക്കിൻ ഉസ്നെ ചേതാവനി കെ തൗർ പർ ജോഡാ ജോ ബി ഉസെ ജൂട്ടാ കഹേഗ വ ഉസെ ഗോലി മാർ ദേഗ. അപ്പോൾ സ്വാമിനാഥൻ ചേതാവനി കെ തൗർ പർ, ചേതാവനി എന്ന് പറഞ്ഞാൽ വാണിംഗ് എന്ന രൂപത്തിൽ പറഞ്ഞു, ഇതും കൂടെ കൂട്ടിച്ചേർത്തു. ജോ ബി ഉസെ ജൂട്ടാ കഹേഗ, രാജം പറയുന്നത് കള്ളമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ വ ഉസെ ഗോലി മാർ ദേഗ, അവൻ അവരെ വെടിവെച്ച് കൊല്ലും. എന്താണ് പറഞ്ഞത്, അവൻ പറയുന്നത് കള്ളമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ രാജം വന്നിട്ട് അവരെ വെടിവെച്ച് കൊല്ലും. ദാദീനെ ഇസ്ക സമർത്ഥൻ കിയ, അപ്പോൾ ദാദി എന്ത് ചെയ്തു, ഇതിനെ പിന്തുണച്ചു. സമർത്ഥൻ കിയ എന്ന് പറഞ്ഞാൽ പിന്തുണച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു, ഹരിശ്ചന്ദ്ര കി കഹാനി സുനാനെ കി ബാത് കഹി, ഹരിശ്ചന്ദ്രൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങി. ജിസ്നെ വചൻ കാ പാലൻ കർനെ കെ ലിയെ സിംഹാസൻ പത്നി और बच्चे को खो दिया. ഹരിശ്ചന്ദ്ര തൻ്റെ വാക്കുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് സിംഹാസനവും തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെടുത്തിയിരുന്നു. ഓർ അന്തമേ ഉസെ സബ് കുച്ച് വാപ്പസ് മിൽ ഗയ, അവസാനം അദ്ദേഹത്തിന് എല്ലാം തിരിച്ച് ലഭിക്കുകയും ചെയ്തിരുന്നു. ഉസ്നെ കഹാനി ആദി ഹി സുനായി ഥി കി സ്വാമിനാഥൻ ഗരാട്ടെ ലേനെ ലഗ. അപ്പോൾ ദാദി ഈ ഹരിശ്ചന്ദ്രൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പകുതി ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും സ്വാമിനാഥൻ ഗരാട്ടെ ലേനെ ലഗ, അപ്പോൾ സ്വാമിനാഥൻ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ഗരാട്ട ലേന എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുക, കൂർക്കം വലിച്ചുറങ്ങാനായിട്ട് തുടങ്ങി. ദാദി ബി റുക് റുക്കർ ബോൾനെ ലഗി ഫിർ വോ ബി സോ ഗയി. അപ്പോൾ ദാദിയും ഇങ്ങനെ നിർത്തി സ്റ്റോറി പറഞ്ഞുകൊണ്ടേയിരുന്നു, പിന്നീട് അവരും ഉറങ്ങിപ്പോയി. സമർത്ഥൻ കർണ എന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കുക, അന്തമേ അവസാനം, വാപ്പസ് മിൽ ഗയ എന്ന് പറഞ്ഞാൽ തിരിച്ച് ലഭിച്ചു, ഗരാട്ട ലേന എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുക. അപ്പോൾ സ്റ്റോറി ആരാണ് എഴുതിയത്, RK നാരായൺ, ട്രാൻസ്ലേറ്റ് ചെയ്തത് മസ്തറാം കപൂർ. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോട് വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറണം. അവർ പറഞ്ഞു തരുന്ന ഓരോരോ കാര്യങ്ങളും കേൾക്കണം, അവരോട് സംസാരിക്കണം.
വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കിയവരായിരിക്കും. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. അവരുടെ വാക്കുകൾ ക്ഷമയോടുകൂടി കേൾക്കണം. പിന്നെ കുട്ടികളെ, നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.